ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഒരു മോന് മാത്രമേ ഉള്ളൂ ഒരു വീട്ടില്. അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണേ. നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരടുത്ത് വരൂല. കോഴിക്കോടുള്ളതാണ്. നമുക്കൊരു മെൻസുവെയർ ഉള്ളതാണ്. അപ്പൊ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ എക്സിക്യൂട്ടീവ് ആണ്. ഒരു അയ്യവാവൻ മനുഷ്യനാണ്. തുടക്കത്തിലെ ഒരു ഡിസ്ക്ലൈമർ: കൊച്ചുകുട്ടികൾ നിങ്ങളുടെ അടുത്ത് ഇരിപ്പുണ്ടെങ്കിൽ പിള്ളേരെ ഒന്നങ്ങോട്ട് എടുത്ത് മാറ്റിയിരുത്തുക. എന്നിട്ട് ഒക്കുമെങ്കിൽ ഹെഡ്സെറ്റ് ഒന്നെടുത്ത് ചെവിയിലോട്ട് തിരികെക്കോ. അച്ഛനില്ലാതെ കേരളത്തിൽ ജനിച്ച ഒരു ചുന്ദരിയായ വനിതയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഈ വനിതയ്ക്ക് പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് ഫോൺ എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെ എടുക്കും. അവൻ്റെ കൈ ശരിയല്ല. ഈ ഒരു പരിപാടി ചെയ്യുന്ന ഒരു വനിതയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ. ആ വനിത കാരണം ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. മേപ്പോട്ടങ്ങ് പോയി. അവളുടെ വീഡിയോ എടുപ്പ് കാരണം. അവളുടെ ദേഹത്തെങ്ങാണ്ട് മുട്ടിയെന്ന് പുള്ളി ബസ്സിൽ നിന്നപ്പോൾ. അല്ല, ഈ മുട്ടുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണത്. ഈ കുറച്ചായിട്ട് നിൽക്കുന്ന ഒരു ട്രെൻഡിങ് ആണല്ലോ ഇത്. അതായത് ബസ്സിലെ തോണ്ടലും പിടിച്ചിലും അത് മെയിനായിട്ട് നേരെ ഫോൺ അങ്ങോട്ട് എടുക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഇൻസ്റ്റഗ്രാമിലിട്ട് റീച്ച് ആക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെങ്കൊച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മൂടും പൊട്ടി അവൾ ഓടി. പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അതുപോലെ ഊക്കും തെറിവിളിയായിരുന്നു നാട്ടുകാരുടെ നിന്ന്. ആ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അവളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ അതാ പുതിയ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ ഇറങ്ങിയപ്പോൾ അവളുടെ ചൊറിച്ചിൽ കുറച്ച് കൂടുതലായി. അവളുടെ ചൊറിച്ചിൽ കാരണം ഒരു പാവം മനുഷ്യൻ്റെ ജീവൻ അങ്ങ് പോയി. അവൾക്കെതിരെ പോലീസുകാരെന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ? അല്ല, അവള് ആ പുറത്തേക്ക് വിട്ട വീഡിയോയുടെ പിന്നിലുള്ള സത്യം അതൊക്കെ ഒന്ന് അന്വേഷിച്ച് അവളെ ഒന്ന് പൂട്ടിത്തരാമോ? അല്ല, ഇങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ പൂട്ടണം. ഇല്ലെങ്കിൽ ഇനിയും ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവൻ പോകുവിടെ. എങ്ങനെ വിശ്വസിച്ചൊന്ന് ബസ്സിൽ കയറും? എങ്ങനെ ഒന്ന് കയറും? തിക്കും തിരക്കുള്ളൊരു ബസ്സിൽ എങ്ങനെ? ഇന്ന് പണ്ട് സ്ത്രീകളായിരുന്നു പേടിക്കേണ്ടത് തിക്കും തിരക്കുള്ള ബസ്സിൽ കയറാൻ. ഇന്ന് പുരുഷന്മാർ വേണം പേടിക്കാൻ. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, അനിയന്മാരെ, കൂട്ടുകാരെ സൂക്ഷിച്ചോ. തിക്കും തിരക്കിലുള്ള ബസ്സിലേക്ക് കയറാതിരിക്കുക. എങ്ങാനും കയറിയിട്ട് കയ്യോ കാലോ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വീഡിയോ അങ്ങോട്ട് എടുക്കും, നമ്മളെ തീർത്ത് കളയും. എങ്ങനെ പറ്റുന്നു ഇവിടെ? ഒരുത്തൻ്റെ ജീവൻ വെച്ചാണോ റീച്ച് ഉണ്ടാക്കുന്നത്? ഒരുത്തൻ്റെ ജീവൻ വെച്ച് ഒരുത്തനെ ഇല്ലാതെയാക്കിയിട്ട്. അല്ല, എന്തെങ്കിലുമൊക്കെ തെറ്റവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇവിടെ അയാളെ അറിയാവുന്ന ആളുകളൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടേ. ഫസ്റ്റ് ഞാൻ നിങ്ങളെ അത് തന്നെ കേൾപ്പിക്കാം. എന്നിട്ട് ആ മരിച്ച ആളെ പറ്റിയും ഈ വനിത ഏതാണെന്നും ഒക്കെ ഞാൻ വിശദീകരിച്ചു തരാം. അതിനു മുമ്പ് ഈ മരിച്ച വ്യക്തിയെ പറ്റി കുറച്ച് ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കണേ. ജസ്റ്റ് ഞാൻ വോയിസ് ആണ് കേൾപ്പിക്കുന്നത്, ഒന്ന് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അയാൾ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അയാൾ ജോലി ചെയ്ത് കൊടുക്കുന്ന, അയാളൊരു എക്സിക്യൂട്ടീവ് ആണ്, സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. അയാൾ ഒരു ഡ്രസ്സൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പിലെ ഒരു വ്യക്തി. അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതാ കേട്ടോ. എൻ്റെ സ്ഥലം എറണാകുളമാണ്. പുള്ളി കോഴിക്കോടുള്ളതാണ്. നമുക്കൊരു മെൻസുവെയർ ഉള്ളതാണ്. അപ്പൊ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ എക്സിക്യൂട്ടീവ് ആണ്. ഒരു അയ്യവാവൻ മനുഷ്യനാണ്. പുള്ളി ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം തൂങ്ങി. സിസ്റ്ററിന്റെ ഹസ്ബൻഡൊക്കെ ഇപ്പൊ അവരെ വീട്ടിലാണുള്ളത്. അവര് ഇപ്പം എന്തായാലും സൂയിസൈഡ് ചെയ്തിക്കാനാണ്, ഫാനിൽ ഹാങ് ചെയ്തിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒന്നും വീട്ടിൽ നിന്ന് ബോഡി എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെ പോലീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കോഴിക്കോടാണ് വീട്, മീൻചന്ത ആ ഒരു ഏരിയയിലാണ്. ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഒരു മോന് മാത്രമേ ഉള്ളൂ ഒരു വീട്ടില്. അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണേ. നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരടുത്ത് വരൂല. അത് മൂപ്പരിക്ക് എന്തോ താങ്ങാൻ പറ്റില്ല. രാത്രിയിൽ പോലും അളിയൻ ഈ വിഷയത്തെ കുറിച്ച് മൂപ്പരോട് നല്ലോണം സംസാരിച്ചതാണ്. നിങ്ങൾ അയാൾ ഒരു നിരപരാധിയാണെങ്കിൽ അയാൾ എങ്ങനെ അത് താങ്ങും? നിങ്ങൾ പറ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറ, എങ്ങനെ അയാളത് താങ്ങും? അയാളൊരു തെറ്റുകാരനാണെങ്കിൽ വോട്ട് പുല്ല് എന്നും പറഞ്ഞ് ചിലപ്പോൾ അങ്ങ് പോയേക്കും. ഇതൊരു നിരപരാധിയാണെങ്കിൽ അയാളുടെ അവസ്ഥ, അയാളുടെ അച്ഛനും അമ്മയും എങ്ങനെ അവരൊക്കെ പുറത്തിറങ്ങി നടക്കും? പുള്ളി അതൊക്കെ ചിന്തിച്ച് കാണും. അങ്ങനെ ആയിരിക്കാം ഇന്നലെ രാത്രിയിൽ അങ്ങ് പോയേക്കാമെന്ന് തീരുമാനിച്ചത്. ഇതുപോലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടാവരുത്. ആ മനുഷ്യനെ പോലെ ജീവൻ പോകാൻ ഒരു അവസ്ഥയിലേക്ക് ചില ആളുകളെ തള്ളിയിടുന്ന ചില സ്ത്രീകൾ ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ഫസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നത് എങ്ങനെ ഇനി ബസ്സിലൊക്കെ പോകും? കാരണം ചില ബസ്സിലൊക്കെ നല്ല തിരക്കായിരിക്കും. നമ്മളിങ്ങനെ ഒതുങ്ങി പറഞ്ഞു നിന്നാലും ഉണ്ടല്ലോ, നമ്മുടെ കയ്യോ കാലോ ഒക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും നമ്മുടെ അടുത്തൊരു സ്ത്രീ വരണമെങ്കിൽ ചിലപ്പോൾ അവരുടെ ദേഹത്ത് മുട്ടും. അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓടിച്ച് കൈയെടുത്ത് തല വെച്ചോണ്ട് ഇരിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾ ബസ്സിനകത്ത് കയറുമ്പോൾ ആരുടെങ്കിലും ഒക്കെ കയ്യും കാലും തട്ടുമെന്ന് പേടിയുള്ളവർ ബസ്സിൽ കയറണ്ട. സാധാരണക്കാരന് കയറിക്കൂടെ?
ഇത് ഒന്നെങ്കിലും ഒന്ന് തട്ടിയ ഉടനെ അപ്പൊ ഫോൺ എടുത്ത് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് നേരെ ഒരുത്തന്റെ ജീവൻ അവൾ കാരണം പോയി. എന്നിട്ടും അവൾക്കൊരു ഉളുപ്പും ഇല്ല. നിങ്ങൾക്കറിയോ, ഒരു ഉളുപ്പും ഇല്ലാതെ അവൾ കുറച്ചു മുമ്പ് ഒരു ചാനലിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇവളെയൊക്കെ ഉണ്ടല്ലോ പത്തല് കീറി വല്ലതും പറഞ്ഞാൽ കൂടിപ്പോ. നിങ്ങൾ പറ, എനിക്ക് വയ്യ. വീഡിയോയിൽ ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. വേറെ എന്തൊക്കെയോ എൻ്റെ വായിൽ വരുന്നുണ്ട്. ഇതുപോലുള്ള ചില മോളുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഒരു വീഡിയോ എല്ലാവരും കണ്ടു കാണും. ഒരു പെങ്കൊച്ച് അവൾ റീച്ച് ഉണ്ടാക്കാൻ ഇറങ്ങിയതാ. ഇനി ഈ ചുന്ദരിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പാവ മനുഷ്യൻ്റെ ജീവൻ എടുത്ത ചുന്ദരിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചുന്ദരി എന്ന് വിളിക്കുമെങ്കിൽ എൻ്റെ വായിൽ വേറെയാ കേട്ടാ. നിങ്ങളങ്ങ് മനസ്സിലാക്കിയാൽ മതി. അവളെ ഞാൻ ചുന്ദരി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെ. ഓക്കെ, അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇനി അവൾ പങ്കുവെച്ചിരിക്കുന്ന 1-2 വീഡിയോകളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ സൂക്ഷ്മമായിട്ട് കാണണേ. ഫസ്റ്റ് ഈ വീഡിയോ തന്നെ ഒന്ന് ശ്രദ്ധിച്ചോ. നിങ്ങളിതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? പുള്ളിയുടെ ഇടത്തെ കയ്യിൽ ബാഗുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? ഇടത്തെ കയ്യിൽ ബാഗുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കുമ്പോൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. നമ്മൾ ബസ് ട്രാവൽ ചെയ്യുന്ന ഒരാൾ, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. പിടികിട്ടിയോ? ഒന്നും വേണ്ട, ഒരു കയ്യിലൊന്നും ഒരു ബാഗ് ഇല്ലാഞ്ഞിട്ട് നമ്മൾ ഈ തിരക്കുള്ള ബസ്സിലും അത്യാവശ്യം റഷ് ഉണ്ട് ആ ബസ്സിൽ, കാണുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളൊരു ബസ്സിൽ നിൽക്കാൻ കുറച്ച് പാടാ. ബസ് ചവിട്ടുമ്പോഴും ഇടയ്ക്ക് അങ്ങോട്ടും, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്മാർ കുത്തിക്കീറിയൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വാഭാവികമാത്. മനസ്സിലായില്ലേ? പിന്നെ ആ സ്ത്രീ അവിടെ നിന്നിട്ട് നേരെ വീഡിയോ എടുക്കുന്നു. ഈ വീഡിയോ എടുക്കുന്ന സമയത്തേക്ക് സ്ത്രീയെ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് അവിടെ നിന്ന് മാറി വേറെ അങ്ങോട്ടെങ്കിലും പോകാമായിരുന്നല്ലോ. എന്താ പറ്റാത്ത നിനക്കൊന്നും? നിനക്കൊക്കെ അപ്പോൾ അവിടെ നിന്ന് വീഡിയോ ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ. നിനക്ക് നിന്റെ ശരീരത്തോട് അത്ര സ്നേഹമുള്ള ഒരുത്തിയാണെങ്കിൽ നീ ഫസ്റ്റ് ചെയ്യുന്ന അവിടെ നിന്ന് മാറി നിൽക്കും. എന്നിട്ടും ഇയാൾ പുറകെ വന്ന് നിന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ അപ്പം നീ വീഡിയോ എടുക്കാനല്ല പോകുന്നത്. ഫസ്റ്റ് അവരെ ചെവിക്കൽ നോക്കി പറഞ്ഞാൽ പൊട്ടിക്കും. നേരെ വണ്ടി വിടറാ പോലീസ് സ്റ്റേഷനിലേക്കെന്ന് പറയും. മനസ്സിലായോ? അങ്ങനെയായിരിക്കും മാനമുള്ള ഏതൊരു സ്ത്രീയും ചെയ്യുന്നത്. അല്ലേ? നിങ്ങൾ പറ, അങ്ങനെ ആയിരിക്കത്തില്ലേ പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത്? ഫസ്റ്റ് ഒരു പൊട്ടിക്കും, നേരെ വിടറാന്ന് പറയും പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് അവിടെ ചെന്നിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിലിട്. അതിന് പകരം അവൾ അവിടുന്ന് എടുത്തു തുടങ്ങി സൂപ്പറായിട്ട്. ഇനി അടുത്തൊരു വീഡിയോ ക്ലിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ആ ചേട്ടൻ്റെ, ആ വ്യക്തിയുടെ കൈ ഇവളുടെ ദേഹത്ത് കൊള്ളുന്നുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളിത് കണ്ടോണേ. നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു കാര്യം? ദേഹത്ത് കൈ കൊള്ളുന്നുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തെങ്ങാണ്ടായിട്ട് അവർ നിൽക്കുന്നത്. സോ ബസ് എങ്ങാണ്ട് നിർത്തുമ്പോൾ ഇറങ്ങാൻ പോകുമ്പോഴാണ് ഇവൾ ഈ വീഡിയോ എടുത്തേക്കുന്നത്. പുള്ളിയുടെ കൈ പുറകിലോട്ട് വരുന്നുണ്ട്, ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? ആളുകൾ ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കും തിരക്കും. ഇവൾ ഈ ഫോൺ ഇങ്ങനെ ഉണ്ടാക്കി ഇവളുടെ മോന്ത കാണിക്കുന്ന സമയത്ത് ഇവക്ക് ആ ഫോൺ മാറ്റി വെച്ചിട്ട് കുറച്ച് നീങ്ങി നിന്നാൽ എന്താ ഇവക്ക്? അയാളുടെ വല്ല പറഞ്ഞ കൂടിപ്പോവും. കുണ്ടിയുടെ കീഴെ തന്നെ പോയി നിൽക്കണോ ഇവക്ക്? വായി വേറെ വന്നത്, പോയി നിൽക്കണോ? ഇവക്ക് നീങ്ങി നിന്നൂടെ? പറ്റത്തില്ല. നീങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു ഗുമ്മ് കിട്ടത്തില്ലല്ലോ വീഡിയോയ്ക്ക്, അല്ലേ? അയാളുടെ കീഴെ പോയി നിന്ന് വീഡിയോ ഉണ്ടാക്കി വെച്ച് പിന്നെ അവക്ക് മൊത്തത്തിൽ അങ്ങ് പ്രശ്നമാണ്. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. ബസ്സിൽ, അത് KSRTC ആയിക്കോട്ടെ പ്രൈവറ്റിലായിക്കോട്ടെ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നേരെ ഒരു പൊട്ടീരും കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാലോ. എന്താ ചെയ്യാത്ത? നാട് നന്നാക്കാനോ? അങ്ങനെ പറയല്ലേ മോളെ, അങ്ങനെ പറയല്ലേ. അത് മാറ്റി അങ്ങ് വെക്ക്. ഇവിടെ കുറെ സൈക്കോളജിക്കലി കഥകളൊക്കെ പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ച് മുമ്പ് ഇവളൊരു ചാനലിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങളിതൊന്ന് കേൾക്കണേ, എന്നിട്ട് ബാക്കി. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവമാണ് സമൂഹ മാധ്യമങ്ങളോട് പങ്കുവെച്ചത്. എന്തായിരുന്നു സംഭവം? നിങ്ങൾക്ക് ആ ബസ്സിലുണ്ടായ അനുഭവം എന്താണെന്നൊന്ന് പറയാം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നിനക്കങ്ങ് മനസ്സിലായി ഡിസ്കംഫർട്ടായിട്ടാണ് നിൽക്കുന്നതെന്ന്, അല്ലേ? നീ ആ പെണ്ണിനെ വിളിച്ചോണ്ട് വാ, അവളും കൂടെ വന്ന് പറയട്ടെ.
അവളും കൂടെ പറയട്ടെ, സോഷ്യൽ മീഡിയയിൽ വന്ന് പറയട്ടെ. എന്തായാലും നീ ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഒരുത്തൻ്റെ ജീവൻ കളഞ്ഞു, അവൾ വന്ന് പറയട്ടെ. പുള്ളി എന്തെങ്കിലുമൊക്കെ അപമര്യാദയായി അവളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അല്ല പറയണ്ടേ. പിന്നെ ഇവള് തന്നെ പറയുന്നത് കേട്ടല്ലോ, നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ നല്ല തിരക്കായിരുന്നെന്ന്. ഈ സ്ത്രീ തന്നെയാണ് പറയുന്നത്. തിരക്കില്ലാത്ത ഒരു ബസ്സിൽ വെച്ചിട്ടാണ് ഇയാൾ കീഴെ നിന്ന് ഈ പരിപാടി കാണിക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം. നല്ല റഷുള്ള ബസ്, അതിനകത്ത് ഇവൾ അടുത്ത് നിൽക്കുന്നെന്നും പറഞ്ഞ് പുള്ളിത ഇങ്ങനെ അങ്ങോട്ട് മാറി നിൽക്കണോ? അല്ല, ആണുങ്ങൾക്കൊരു വിലയില്ലേ? പട്ടി വിലയാണോ ഈ നാട്ടില്? ഒരുത്തന്റെ ജീവനും കളഞ്ഞിട്ട് അവളെ നിന്ന് അവളുടെ കോണം മറ്റേടത്തെ കഥ കേക്ക് ബാക്കി. എന്നിട്ട് ഞാൻ പറയാം, അയാൾ അങ്ങനെ ഒട്ടി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല, ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാളത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാളത് കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. കണ്ട സമയത്ത് പുള്ളി കൂളായിട്ട് ഒന്നും ചെയ്തില്ലെന്ന്. സ്ത്രീയെ, നീ ഇട്ടേക്കുന്ന വീഡിയോകൾ ഞാൻ കണ്ടു. പുള്ളി നിന്റെ ഫോണും കോപ്പും ഒന്നും കാണുന്നതായിട്ട് എനിക്ക് നിന്റെ വീഡിയോ ഒന്നും മനസ്സിലായില്ല. ഞാൻ 2 വീഡിയോകൾ കാണിച്ചല്ലോ. ഒന്ന് ഇയാൾ മറ്റേ അയാളുടെ കുണ്ടിയുടെ പുറകെ പോയി നിന്നിട്ട് ഇവള് വീഡിയോ എടുക്കുന്നത്. അതിനകത്ത് എങ്ങനെയാണ് പുള്ളി കാണുന്നത് ഇവള് വീഡിയോ ആണോ തേങ്ങയാണോ എടുക്കുന്നതെന്ന്? പിന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് സൈഡിൽ നിന്ന് പിടിച്ചോണ്ടൊന്നും എടുക്കുന്നില്ലേ? എടേ, നീ എന്താ ചെയ്യുന്നതെന്ന് പുള്ളി എന്തിനാ നോക്കുന്നത്? നീ പുള്ളിയുടെ കുണ്ടിയിലോട്ടും മറ്റിടത്തോട്ടും നോക്കി നിൽക്കുന്നതുകൊണ്ടായിരിക്കും നീ ഇതെല്ലാം ഉണ്ടാക്കി എടുത്തോണ്ടിരുന്നത്. പുള്ളി എന്തിനാ നിന്നെ നോക്കുന്നത്? പുള്ളിയുടെ കാര്യം നോക്കി നിൽക്കുന്ന പുള്ളിയാണെങ്കിൽ പുള്ളി നിന്റെ കയ്യിരിക്കുന്ന ഫോണോ മറ്റോ നോക്കേണ്ട കാര്യമില്ല. പുള്ളിക്ക് പറ്റിപ്പോയ അബദ്ധം അതായിരിക്കും. ആ മനുഷ്യൻ ചിന്തിച്ച് കാണത്തില്ല നിന്നെ പോലുള്ള ഒരു മറ്റേടത്തെ ജന്തുക്കൾ ഉണ്ടാ ബസ്സിലെന്ന് ഈ പരിപാടി കാണിക്കാനായിട്ട്. ഒരുത്തൻ്റെ ജീവിതം തുറച്ചായിട്ട് നാണമുണ്ടോ സ്ത്രീയെ? ഇവളുടെ വീട്ടിലുള്ള വീട്ടുകാരോടാ എങ്ങനെ സഹിക്കുന്നു ഇതിനെയൊക്കെ വീട്ടില്? ബാക്കി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു. കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനാ ഉണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക, അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു. പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല. 2 വീഡിയോ ഉണ്ടായിരുന്നു, അത് 2 കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റി ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് സൊസൈറ്റി ഇനിയും പറയണം, ഇനി നിങ്ങൾ പറയൂന്ന് പറയണം. ഞാൻ ഉള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ നേരെ ഷോർട്സ് ആക്കിയിട്ട് ഞാനങ്ങ് ഉണ്ടാക്കി പുള്ളിയെ കൊല്ലാൻ വേണ്ടിയിട്ട്, അല്ലയോ? അല്ല, നീ എന്തോ പുള്ളിയോട് ചോദിച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നീ എന്തായാലും വീഡിയോ എടുത്ത് എന്താ നീ ചോദിക്കുന്നത്? എന്താ നീ ജനങ്ങളെ കാണിക്കാത്തത്? നീ റിയാക്ട് ചെയ്തും കൂടെ കാണിക്കേ. നിനക്കൊന്നും അത് പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഒരുത്തി ഇറങ്ങിയായിരുന്നു, അവളും എന്തോ റിയാക്ട് അങ്ങ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ്. റിയാക്ട് ചെയ്യുന്നത് എന്താ ഞങ്ങളെ കാണിക്കാത്തത്? അല്ല, അതും കൂടെ കാണിക്ക്. നിന്നെയൊക്കെ എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. നിന്നെയൊക്കെ ഒരുത്തരെ ഇല്ലാതാക്കി നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നീ റിയാക്ട് ചെയ്തും കൂടെ ജനങ്ങളെ കാണിക്കണം. മനസ്സിലായോ? എനിക്ക് പുള്ളിയുടെ ഒരു തിരക്കുള്ള ബസ് നിങ്ങളുടെ ദേഹത്ത് കയ്യും കാലും തിരക്കാ. ഇല്ലെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലാണ് സ്ത്രീകൾ മാത്രം നിൽക്കുന്നത്, അവിടെ പോയി നിൽക്കുക. ഇതിൻ്റെ ഇടയിലോട്ടൊരു പുരുഷൻ കയറിയിട്ടുണ്ടെങ്കിൽ ചേട്ടാ പുറകിൽ പോയി നിൽക്കാൻ പറയണം. വാ തുറന്ന് പറയണം, ചേട്ടാ പുറകിൽ പോയി നിൽക്കുക, ഇതിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കല്ലേ എന്ന് പറയണം. അതിനൊന്നും നിന്നെ കൊണ്ടൊന്നും കഴിയത്തില്ലേ? നിന്നെ കൊണ്ടൊക്കെ ഇത് മാത്രമേ പറ്റത്തുള്ളൂ. അല്ല, ഒരുത്തന്നെ ജീവൻ കളഞ്ഞുകൊണ്ട് മാത്രം ഇത് ഞാൻ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കത്തില്ലായിരുന്നു ഇത്. വാതർ നമുക്ക് ഉരിയാടാൻ അറിയത്തില്ല. അവർക്ക് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഷോർട്സ് ആയിട്ട് ഉണ്ടാക്കാനേ അവർക്ക് അറിയത്തുള്ളൂ. എന്നിട്ട് ഇപ്പോൾ ഒന്ന് മെഴുകുക ഒരുത്തൻ്റെ ജീവനും കളഞ്ഞു വെച്ച്. നാണമുണ്ടോ സ്ത്രീയെ? നാണം ഒരു ഇച്ചിരി. ഇനി ഇവള് ഈ മറ്റേ വീഡിയോ ഒക്കെ കട്ട് ചെയ്തിട്ട് ഷോർട്സ് ആയിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ? ഷോർട്സ് ആക്കി ഇട്ടതിന് ശേഷം ഇവള് വന്നിട്ട് വേറൊരു കഥ പറയുന്നുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കേട്ടോണേ. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ?
അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും. നിനക്ക് എന്ത് എമ്പതിയാടി മോളെ ഉള്ളത്? നിനക്ക് എന്ത് എമ്പതിയാ ഉള്ളത്? നീ അങ്ങനെയാണെങ്കിൽ നിന്റെ ദേഹത്ത് വേറൊരുത്തം തൊടുന്നത് നീ സ്ലോ മോഷനിൽ അങ്ങോട്ട് ഉണ്ടാക്കി നാട്ടുകാരെ മൊത്തം കാണിക്കുവോ നീ? ബാക്കി ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? അതിനകത്തും പുള്ളിയുടെ ലെഫ്റ്റ് ഹാൻഡിൽ ബാഗ് ഉണ്ട്. പുള്ളി അത് ഇടയ്ക്കിടയ്ക്ക് ശരിയാക്കുന്നുണ്ട്. പിടിക്കാൻ വെയിറ്റ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശരിയാക്കുന്നുണ്ട്. അതേ ഇപ്പോൾ ഈ കണ്ട വീഡിയോയ്ക്കകത്ത് അതേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇവളുടെ ദേഹത്ത് മറ്റേ കൈയിട്ട് ഉരച്ചുന്ന പരിപാടിയൊന്നും ഇല്ല. നിങ്ങൾ കണ്ടല്ലോ. ഇവള് ബാക്കി കാണും. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ, അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മളെന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മതി. സൊസൈറ്റി എന്തായാലും ഇപ്പം നന്നായിട്ട് തരുന്നുണ്ടല്ലോ. ഞാൻ കണ്ടു കുറേ കമൻറ്റുകൾ തരുന്നുണ്ടല്ലോ നല്ല കാനത്തിൽ. നിനക്ക് നീ കൂടുതൽ അതുകൊണ്ട് വിളമ്പാൻ നിൽക്കണ്ട. സൈക്കോളജിക്കൽ കഥ. നിനക്ക് മെൻ്റലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഉണ്ടോ? ഇവിടുത്തെ KSRTCയോടും ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ഓണേഴ്സിനോടും എൻ്റെ ഒരു അപേക്ഷയാണ്. പറ്റുമെങ്കിൽ പറ്റാൻ ചാൻസ് ഇല്ല, പറ്റുമെങ്കിൽ ഇനിയുള്ള കാലത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ബസ് ഇടുന്നതാണ് നല്ലത്. അതാ നല്ലത്. ഇല്ലെങ്കിൽ ഇതുപോലുള്ള മലരുകൾ കാരണം പല ആണുങ്ങളുടെയും ജീവിതം ഇവിടെ കോഞ്ഞാട്ടയാവും. സത്യമായിട്ട് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾക്ക് തോന്നില്ലേ? ഇല്ലാതെ ആക്കി കളയും. ഇല്ലാതെ എന്നാൽ പിന്നെ നാളെ ഞാൻ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയാലോ, എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ അടുക്ക പോയി നിൽക്കാം. എന്നിട്ട് അവരെൻ്റെ ദേഹത്ത് മുട്ടുകയാണെങ്കിൽ നേരെ ഞാനത് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് ആ സ്ത്രീ എന്നെ മുട്ടി, അവർ വേറെ ഉദ്ദേശത്തോടെ എന്നെ മുട്ടിയത്, അല്ല ഞാനും ചെയ്യാം. അല്ല ആണുങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ലേ? സ്ത്രീകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ? അല്ല അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എടേ സ്ത്രീകൾക്ക് ഇവിടെ സ്ത്രീകളോട് ഒരുപാട് ആൾക്കാർ വൃത്തികേടുകൾ കാണിക്കുന്നുണ്ട്. നമ്മൾ കൂടെ നിൽക്കുക, അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ വേറെയാ പറയേണ്ടത്. അച്ഛനില്ലാതെ കേരളത്തിൽ ജനിച്ചു എന്നുള്ള ചെറിയ വാക്കുകളല്ല പറയേണ്ടത്. ഇതിനൊക്കെ അതിൻ്റെ മേളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാ പറയേണ്ടത്. ചില സ്ത്രീകളുടെ ഇതുപോലുള്ള കുറെ പരിപാടി കാരണം ഉണ്ടല്ലോ, ഇത് ശരിക്കും ഏതെങ്കിലും ഒരു സ്ത്രീക്ക് എന്തെങ്കിലുമൊക്കെ മോശം അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പാടായിപ്പോവും. ഇല്ലേ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഞാനീ പറഞ്ഞത് എൻ്റെ അനുഭവമാണ്, എൻ്റെ അനുഭവമല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.